ഹലോ ഡിയേഴ്സ്, നമ്മുടെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി, നവോത്ഥാനവും ചരിത്രരചനയും. റിനൈസൻസ് പീരീഡ് അഥവാ നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ചരിത്രം എഴുതാറുണ്ടല്ലോ, കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ച്. അതിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, എന്തൊക്കെ മാറ്റം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, റിനൈസൻസ് പീരീഡ് അഥവാ നവോത്ഥാന കാലത്താണ് ചരിത്രം അല്ലെങ്കിൽ ചരിത്രം എഴുതുന്നതിന് ഹിസ്റ്റോറിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരിത്രം എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഹിസ്റ്ററിയെ 3 പാർട്ടാക്കി തരംതിരിക്കുന്നത് അല്ലെങ്കിൽ 3 കാലഘട്ടമായി തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലോക ചരിത്രത്തെ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയെ ആൻഷ്യൻ പീരീഡ് അഥവാ പ്രാചീന കാലമെന്നും, രണ്ടാമത്തത് മിഡീവൽ പീരീഡ് മധ്യകാലം, നമ്മൾ ഇതിനെ മിഡിൽ ഏജ് എന്നും വിളിക്കാറുണ്ട്. മൂന്നാമത്തത് മോഡേൺ ഏജ്, ആധുനിക കാലം എന്നിങ്ങനെ തരംതിരിക്കുന്നത്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം എന്നിങ്ങനെ ചരിത്രത്തെ എളുപ്പത്തിന് 3 ഭാഗമാക്കി തരംതിരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. നോക്കിയേ നിങ്ങൾ, ബിഫോർ 5th സെഞ്ചുറി, 5ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലഘട്ടമാണ് നമ്മൾ ആൻഷ്യൻ പീരീഡ് അഥവാ പ്രാചീന കാലം എന്ന് വിളിക്കുന്നത്. അതേ സമയത്ത് 5th to 15th സെഞ്ചുറി, 5 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടിന് നമ്മൾ മിഡിൽ ഏജ്, മധ്യകാലം എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തെ നമ്മൾ ഇവിടെ പറഞ്ഞു, അത് മോഡേൺ പീരീഡ് അല്ലെങ്കിൽ ആധുനിക കാലമാണ്. അത് 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടമാണ് അല്ലെ. ശരിക്കും ഈ മോഡേൺ പീരീഡ് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിന്റെ ആ തുടക്കമാണ് ശരിക്കും നമ്മുടെ റിനൈസൻസ്, നവോത്ഥാന കാലം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തെ 3ആയി തരംതിരിച്ചത് റിനൈസൻസ് പീരീഡിലാണ്, നവോത്ഥാന കാലഘട്ടത്തിലാണ്. നോക്കിയേ നിങ്ങൾ, ഇങ്ങനെ തരംതിരിച്ച 2 പ്രധാനപ്പെട്ട ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ, ചരിത്രം എഴുതുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ ആളുടെ പേര് നോക്കിയേ നിങ്ങൾ, ഫ്ലാബിയോ ബിയോണ്ടോ. രണ്ടാമത്തെ ആളുടെ പേര് ലിയോനാർഡോ ബ്രൂണി. ഈ 2 ആൾക്കാരെ പേര് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. മറക്കൂലല്ലോ? ഇല്ല. പിന്നെ എന്തൊക്കെ മാറ്റം ഉണ്ടായി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം. നോക്കിയേ, ഒന്നാമത്തത് ദ ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ക്രിസ്ത്യൻ ട്രഡീഷൻ ടു എ സെക്യുലർ ലൈഫ്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു 5 മുതൽ 15 വരെ, 5th to 15th സെഞ്ചുറി, മിഡീവൽ ഏജ്, മിഡിൽ ഏജ്. ഈ കാലത്ത് ചരിത്രം എഴുതിയിരുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട മതം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. യൂറോപ്പിൽ ഈ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട, റിലീജിയനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളായിരുന്നു. പക്ഷേ ആ ഒരു മോഡേൺ പീരീഡ് അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡിൽ എന്ത് സംഭവിച്ചു? ആഫ്റ്റർ 14th 15th സെഞ്ചുറി ആയ സമയത്ത്, ചരിത്രം എഴുതുന്ന സമയത്ത് അത് സെക്യുലർ ലൈഫ്, എല്ലാ മതങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ചരിത്രം എഴുതിയിരുന്നത്. ആൻഡ് തോട്ട് വാസ് ഓൾസോ റിഫ്ലക്റ്റഡ് ഇൻ ദ റിയലം ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയിലെ ചരിത്രത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ്, മധ്യകാലത്ത് നോക്കി നിങ്ങൾ, ദ പ്രിവെയിലിംഗ് നോഷൻ വാസ് ദ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് വെർ ഡിവൈൻലി ഓർഡേർഡ് ആൻഡ് കോഴ്സ് ഓഫ് ഹിസ്റ്ററി വാസ് ഗവേൺഡ് ബൈ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞ 5 മുതൽ 15 വരെ അതിനെ മിഡിൽ ഏജ്, മധ്യകാലം എന്ന് പറഞ്ഞു. ഈ കാലത്ത് എഴുതിയിരുന്ന ചരിത്രമെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അത് ആളുകൾക്ക് ഒരു സന്യാസിക്ക് എന്ത് ചെയ്യുന്നു, ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന സമയത്ത് ദിവ്യശക്തി കിട്ടി, ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സിലെ നമ്മൾ പറയില്ലേ, ഇടിമിന്നലേറ്റപ്പോൾ മിന്നൽ മുരളിണ്ടായി എന്നൊക്കെ പറഞ്ഞ പോലെ ആളുകൾക്ക് ഇങ്ങനെ സൂപ്പർ പവർ കിട്ടിയതിനെ കുറിച്ചും, ഇത്തരത്തിൽ ഒരുപാട് എന്താണ് അതീന്ദ്രിയ ശക്തി എന്നാണ് അതിന് മലയാളം പറയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. ശക്തി ലഭിച്ചതിനെ കുറിച്ച് പോലെ അങ്ങനത്തെ കഥകളായിരുന്നു. അതേ സമയത്ത് അത് എവിടെ വന്നപ്പോ റിനൈസൻസ് പീരീഡിലായപ്പോ എന്ത് മാറ്റം ഉണ്ടായി എന്നാ പറയുന്നത്? ഇത്തരത്തിലുള്ള ചരിത്രമേത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു. പകരം ഹ്യൂമൻ സെന്റേർഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഗെയിൻഡ് റെക്കഗ്നീഷൻ. പകരം എന്താടാ? മനുഷ്യ കേന്ദ്രീകൃതമായ, മനുഷ്യന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ എഴുതാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു മിഡിൽ ഏജിൽ എന്താണ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അതിമാനുഷിക ശക്തികളെ കുറിച്ചോ അമാനുഷികമായ ശക്തികളെ കുറിച്ചൊക്കെ ആൾക്കാർ ശക്തി കിട്ടിയതിനെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ എഴുതിയപ്പോൾ അത് റിനൈസൻസ് പീരീഡിൽ മാറി എന്തായി മാറി എന്നാ പറയുന്നത്? കുറച്ചുകൂടി ഒക്കെ ഒരു ഹ്യൂമൻ സെന്റേർഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാവാൻ അത് കാരണമായി എന്ന് പറയുന്നു. ഹ്യൂമൻ ലൈഫ് ബിക്കെയിം ദ ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് superseding the chronicles of monks and biographies of priests. അതായത് മിഡിൽ ഏജിൽ, മധ്യകാലത്തിലെ 5 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ ഹിസ്റ്ററി എഴുതിയപ്പോൾ അതിൽ കൂടുതൽ ആരെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്? സന്യാസിമാരുടെ ദിനവൃത്താന്തം, അവരെ കഥകള്, ആൻഡ് പുരോഹിതന്മാരിലെ പ്രീസ്റ്റുമാരുടെ ലൈഫ് സ്റ്റോറി, ബയോഗ്രഫിക്കൊക്കെ പകരം മനുഷ്യന്മാരെ കുറിച്ചാണ് റിനൈസൻസ് പീരീഡ് അല്ലെങ്കിൽ ഒരു 15th സെഞ്ചുറി മുതലുള്ള ചരിത്രത്തിൽ എഴുതാൻ തുടങ്ങിയത്. റിനൈസൻസ് പീരീഡിൽ നമ്മൾ പറഞ്ഞു ആരെ സെന്റർ ആക്കി? ഹ്യൂമൻ സെന്റേർഡ്. മറ്റേതാരാണ്? റിലീജിയൻ ആയിരുന്നു മിഡിൽ ഏജിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ഈ പറയുന്ന ഏത് കാലത്ത്? റിനൈസൻസ് പീരീഡിൽ another significant development in historiography during the Renaissance was the growing importance of archaeological evidences and relics. ചരിത്രം എഴുതാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? ആർക്കിയോളജി, പുരാവസ്തു ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളത് മറ്റൊരു സാധനമാണ്. Thus historians began to place greater emphasis on evidences such as inscriptions,
കോയിൻസ് ആൻഡ് ആൻഷ്യൻ മാൻസ്ക്രിപ്റ്റ്സ് ഇൻ ദെയർ നെറേറ്റീവ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഈ എന്തുപയോഗിക്കാൻ തുടങ്ങി? ചരിത്രം എഴുതാൻ റിനൈസൻസ് കാലത്ത്, നവോത്ഥാന കാലത്ത് ചരിത്രം എഴുതുമ്പോൾ അല്ലെ ആർക്കിയോളജി, പുരാവസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നാണയങ്ങളും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളാണ് അല്ലെ ഈ മാൻസ്ക്രിപ്റ്റ്സിൽ പണ്ട് എഴുതി വെച്ചിട്ടുള്ള കുറെ എഴുത്തുകൾ ഉണ്ടല്ലോ, കൈയെഴുത്തു പ്രതികൾ, കൈകൊണ്ട് എഴുതി വെച്ച അത്തരം സാധനങ്ങൾ, ഇനി പാറയുടെ മുകളിലോ കല്ലിന്റെ മുകളിലോ എഴുതിയ ഇൻസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം ചരിത്രത്തിന്റെ അല്ലെ തെളിവുകളാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. റിനൈസൻസ് പീരീഡിൽ എന്ത് ചെയ്തു? ചരിത്രം എഴുതുമ്പോൾ ആർക്കിയോളജി, പുരാവസ്തുക്കളെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് നോക്കിയാൽ നിങ്ങൾ, വിത്ത് ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം, മാനവികതയുടെ വളർച്ചയോടുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ് ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ഹിസ്റ്ററി. അല്ലെ മാനവികതയുടെ കടന്നുവരോടുകൂടി ചരിത്രത്തിൽ എന്ത് ചെയ്തു? വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. അതായത് ഈ മിഡിൽ ഏജ്, മധ്യകാലല്ലേ 5 മുതൽ 15 വരെ, അന്ന് ചരിത്രം എഴുതി വെച്ച് അതിനാരും എതിർക്കാനോ അത് തെറ്റാന്ന് പറയാൻ ആരും പോയില്ലായിരുന്നു. പക്ഷെ റിനൈസൻസ് പീരീഡിൽ എന്ത് സംഭവിച്ചു? ഇല്ലേ ഈ തെറ്റുകളാണെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും എതിർക്കാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. സയന്റിഫിക് എൻക്വയറി ആൻഡ് സ്റ്റഡീസ് റീപ്ലേസ്ഡ് സ്റ്റോറീസ് ആൻഡ് മിത്ത്. ഇനി നമ്മൾ പറഞ്ഞ മിഡിൽ ഏജ് അല്ലെ, ഇവിടെ 2 കാലഘട്ടത്തിലുള്ള വ്യത്യാസങ്ങളാണ്. 5 മുതൽ 15 വരെയും 15 ശേഷം അഥവാ റിനൈസൻസ് കാലഘട്ടത്തിൽ വന്ന മാറ്റത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, മിഡിൽ ഏജിൽ എഴുതിയിരുന്ന ചരിത്രമെല്ലാം കൂടുതലും എന്താണ്? സ്റ്റോറീസും മിത്തുമാണ്, കഥകളും ഐതിഹ്യങ്ങളും. ഇപ്പൊ നോക്കിയേ, പക്ഷേ റിനൈസൻസ് പീരീഡിൽ എന്ത് സംഭവിച്ചു? ഒരു കാര്യത്തെ കൃത്യമായി സയന്റിഫിക് എൻക്വയറി, ശാസ്ത്രീയമായി അന്വേഷിച്ചത് അടിസ്ഥാനം മാത്രം ചരിത്രം എഴുതാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് കേരളത്തിന് ഒരു എക്സാമ്പിൾ എടുക്കാം. കേരളത്തിന് നമ്മൾ ചരിത്രം എഴുതുമ്പോൾ എങ്ങനെ കേരളം ഉണ്ടായി? നമുക്ക് വേണം അതൊരു ഐതിഹ്യമായി പറയാം അല്ലെ. പരശുരാമൻ എന്ത് ചെയ്തതാണ്? മഴു എറിഞ്ഞാണ് കേരളം ഉണ്ടായത്. അതൊരു ഐതിഹ്യം, ഒരു കഥയാണ്. അതേസമയം നമ്മൾ ഒരു കുറച്ചുകൂടി എന്താണ് ശാസ്ത്രീയമായി കറക്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശേഷം എന്ത് സംഭവിച്ചു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഫോം ചെയ്തപ്പോ അല്ലെ എന്ത് സംഭവിച്ചതാണ്? മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് 1956 ഒരു സംസ്ഥാനം രൂപീകരിച്ചതാണ് കേരളം. ആദ്യം പറഞ്ഞത് എന്താണ്? മിത്ത് ആൻഡ് സ്റ്റോറി, ഒരു കഥ, ഐതിഹ്യമാണ്. രണ്ടാമത് പറഞ്ഞതോ കൃത്യമായിട്ടുള്ള ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്തു? അത് ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ രീതിയിലേക്ക് എന്ത് ചെയ്തു? കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം എഴുതാൻ തുടങ്ങി. ഇത്തരത്തിൽ ചരിത്രം എഴുതൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരാൾ, സഹായിച്ച ഒരാളാണ് ആര്? നിക്കോളോ മാക്കിയവെല്ലി. ഒക്കെ അപ്പൊ നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്, റിനൈസൻസ് പീരീഡിൽ ചരിത്രം എഴുതുന്നതിൽ, ഹിസ്റ്റോറിയോഗ്രഫിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഏറ്റവും ആദ്യത്തെ മാറ്റം ചരിത്രത്തെ ആൻഷ്യൻ, മെഡീവൽ, മോഡേൺ, പ്രാചീനം, മധ്യകാലം ആൻഡ് ആധുനികാലം എന്നിങ്ങനെ തരംതിരിച്ചു. അല്ലെ ഫ്ലാവിയോ ബിയോണ്ടോയും ലിയോണാർഡോ ബ്രൂണിയൊക്കെ അതിലെ പ്രധാനികളാണ്. പിന്നെന്താണ്? കൂടുതൽ ഹ്യൂമൻ സെന്റേർഡ്, മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്രം എഴുതാൻ തുടങ്ങി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.